എന്റെ അച്ഛൻ ഇപ്പം എഴുന്നേറ്റ് ഓടി നടക്കുന്നത് ഈ ആസിമിലൂടെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ അച്ഛന്റെ ശരീരത്തിലുള്ള ബ്ലഡ് എന്ന് പറയാൻ ആസിമാണ്. എന്നുവെച്ചാ എന്റെ അച്ഛന് ഓക്സിജൻ കിട്ടുന്നില്ലായിരുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു തള്ളുന്നില്ല. ഫുൾ ഈ മെഷീൻ കോണ്ടെയ്നറിലായിരുന്നു എന്റെ അച്ഛൻ കിടന്നിരുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സിജന്റെ അളവ് കൂടുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഭയങ്കരമായിട്ട്, അതായത് പുറത്തു പോകാൻ മേലാത്ത അവസ്ഥയിലായിരുന്നു എന്റെ അച്ഛൻ കിടന്നിരുന്നത്. ഞങ്ങള് കൊണ്ടുപോകാത്ത ഹോസ്പിറ്റലില്ല, എടുക്കാത്ത മരുന്നുകളില്ല. മിക്കപ്പോഴും മാസത്തിൽ 2 ആഴ്ച കഷ്ടി ഞങ്ങൾ വീട്ടിൽ നിൽക്കും, ബാക്കി ദിവസങ്ങളെല്ലാം ഞങ്ങൾ ഹോസ്പിറ്റലിലായിരുന്നു ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ 4-5 വർഷമായിട്ട് ഞങ്ങൾ അച്ഛനെ കൊണ്ടു നടന്നു, ഒരു മാറ്റവും കണ്ടിരുന്നില്ല. ഒരു 6 മാസം മുന്നേ ഇതുപോലെ ഭയങ്കര മേലാതെയായി. ഞാൻ ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജിലാണ് കൊണ്ടുപോകുന്നത്. അവിടെ നിന്ന് കൊണ്ടുപോയി 3 ആഴ്ച അഡ്മിറ്റ് ചെയ്തു. എന്നിട്ട് അവർ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് തന്നെ ഞങ്ങൾ പറഞ്ഞു വിടുമായിരുന്നു. തിരിച്ച് വന്നിട്ടും വീട്ടിൽ വന്നിട്ട് ഭയങ്കര ശ്വാസം വിട്ടത് കാരണം അത് അങ്ങനെ കിടന്ന് മരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവിടെ 1.5 മാസമായിട്ടാണ് അച്ഛനെ ഐസിയുലായിട്ടാണ് കിടത്തിയിരുന്നത്. അപ്പോഴും പറഞ്ഞത് ഇവരെന്നാന്ന് വെച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. അവരപ്പോഴും കൈയൊഴിഞ്ഞു. അതായത് ശരിക്കും പറയാൻ മുന്നോട്ട് ഇനി ഒരു 5 ദിവസം അത്രയും വിധി എഴുതിയാണ് അച്ഛനെ വിട്ടത്. ഞാൻ കൊണ്ടുപോയത് എന്റെ അച്ഛന്റെ ശ്വാസം മുട്ടല്, ലങ്സ് മൊത്തം ചുരുങ്ങിപ്പോയി. അങ്ങനെ ഫുൾ ടൈം ഓക്സിജനിലായിരുന്നു എന്റെ അച്ഛൻ 5 വർഷമായിട്ട് കഴിഞ്ഞിരുന്നത്. ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ അങ്ങനെ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് ആശുപത്രിയിൽ നിന്ന് അച്ഛനെ തിരികെ ഞങ്ങളുടെ കയ്യിൽ തന്നപ്പം അച്ഛന് ഷുഗർ 450-500 ആ ഒരു ലെവലിലായിരുന്നു. അതായത് ഓരോ മരുന്ന് എടുത്തതിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് ഷുഗർ ഭയങ്കര ഹൈ ആയി, ഹാർട്ടിന് പ്രശ്നമായി, കിഡ്നിക്ക് പ്രശ്നമായി, ദേഹം ഫുള്ള് നീര്. എന്നിട്ട് മരുന്ന് ചെയ്യുന്ന ഒന്നും ശരീരത്തിലോട്ട് പ്രതികരിക്കുന്നില്ലായിരുന്നു. ആ അവസ്ഥയായപ്പം അവര് വീട്ടിലോട്ട് തന്നെ കൊണ്ടുപോകാൻ പറഞ്ഞു. ഞാൻ എന്നിട്ട് ഞങ്ങൾ അച്ഛനുമായിട്ട് ഞങ്ങളിങ്ങ് പോന്നു. വീട്ടിൽ കൊണ്ടുവന്നിട്ടും ഒരനക്കും ഇല്ല. ഒരു 5 മിനിറ്റ് എഴുന്നേറ്റ് ഇരിക്കാനോ ഇല്ലേ ഞങ്ങളുടെ കൂടെ ഒന്ന് വർത്താനം പറയാനോ ഒന്നും തന്നെ പറ്റുന്നില്ലായിരുന്നു. അച്ഛന് 1 മിനിറ്റ് പോലും ഈ ഓക്സിജൻ മാറ്റാൻ പറ്റുന്നില്ല. ആ അവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇങ്ങനെ ജിജോ സാർ പറഞ്ഞതുപോലെ ഞാൻ അവിടെ ആസിമിലെ പ്രോട്ടീൻ പൗഡർ ഉണ്ടെന്നും ഫുഡ് സപ്ലിമെന്റ് ഉണ്ടെന്നും അതൊന്ന് എടുത്തു നോക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ കിഡ്സിന്റെ ആദ്യം മേടിക്കുന്നത് പ്രോട്ടീൻ പൗഡർ ഞാൻ മേടിച്ച് 2 ദിവസം കൊടുത്തപ്പോൾ തന്നെ ഒരു ചെറിയ മാറ്റം എനിക്ക് എന്തൊക്കെ തോന്നി. അതായത് ശരിക്കും പറഞ്ഞാൽ അച്ഛൻ കണ്ണുപോലും തുറക്കാൻ വരാത്ത കിടന്ന അവസ്ഥയിലാണ് അച്ഛൻ പയ്യെ കയ്യും കാലൊക്കെ അനക്കാൻ തുടങ്ങി, പയ്യെ വർത്താനം പറയാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു ഇത് തന്നു. അപ്പൊ തന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേല ഞാൻ നോബിൾ സാറിനെ നിമി മാഡത്തിനെ വിളിച്ച കാര്യം പറഞ്ഞു. ഇനി ഇത്രയൊക്കെ ഉണ്ട്, ഇനി എന്ത് ചെയ്യണം ഞാൻ ചോദിച്ചപ്പോഴാണ് നോബിൾ സാറും നിമി മാഡം കൂടി എനിക്ക് പറഞ്ഞു തന്നു. ഗാമ ഒറൈസനറോൾ ക്യാപ്സ്യൂളും പിന്നെ മെന്ന് ന്യൂട്രിചാർജ് മെന്നും വെജ് ഒമേഗ ഇത് 3 കൂടി കണ്ടിന്യൂ ആയിട്ട് കൊടുക്കാൻ പറഞ്ഞു. അതും കൊടുത്തു തുടങ്ങിയപ്പോ പക്ഷെ എനിക്കറിയില്ല അച്ഛന് അതുപോലത്തെ ആക്റ്റീവായി, എനർജിയായി. എന്റെ അച്ഛൻ 1 സെക്കൻഡ് പോലും ഓക്സിജൻ മാറ്റാൻ മേലാതെ കിടന്ന അച്ഛൻ ഇപ്പം പകലും ഫുള്ളും ഓക്സിജനെ ഞങ്ങൾ കൊടുക്കുന്നില്ല. അതുപോലെ ഭയങ്കര എനർജിയായി. ഇപ്പൊ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ അച്ഛൻ കട്ടിലേന്ന് അവിടെ എഴുന്നേറ്റാൽ ഞങ്ങൾ എല്ലാവരും മാറിക്കൊടുക്കും. എന്നുവെച്ചാൽ ഞങ്ങൾ ഇടിച്ചു തെറുപ്പിച്ചാ പോകുന്നത്. ആ ഒരു എനർജിയാണ് അച്ഛൻ. പക്ഷെ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചതേ അല്ലായിരുന്നു ഞങ്ങൾ അച്ഛൻ തിരിച്ച് ഞങ്ങൾക്ക് ഇതുപോലെ കിട്ടുമെന്നുള്ളത്. അത് ആസിമിൽ കൂടിയായിരുന്നു. ഇതുപോലെ ഇനി ഈ ഒത്തിരി പേര് ബുദ്ധിമുട്ടിക്കുന്നവരുണ്ട്. അവർക്കെല്ലാം ഈ നല്ല ഒരു, അതായത് ദൈവം തന്ന ഒരു നിധിയായിരുന്നു നമുക്ക് എല്ലാവർക്കും തന്നെ. അതെല്ലാവർക്കും എത്തിക്കണം.